ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതിനെ അവിലുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ചേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ശർക്കര കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഒരു 1/4 കപ്പ് പൊട്ടുകടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ പൊട്ടുകടല മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ അവിലൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അവിലും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. 250 ml കപ്പിൽ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് മട്ട അവിലാണ് കേട്ടോ. വെള്ള അവിലും കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാവും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ പൊടിയുന്നുണ്ട്. ആ ഒരു രീതിയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത് ഇതുപോലെ ഒന്ന് നെയ്യിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് എടുക്കാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാവും ഈ പലഹാരത്തിന്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇതും ഓപ്ഷണലാണ്. ഇനി ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് തവിയും കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ വറുത്തെടുത്ത അവിലുണ്ടല്ലോ, അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നൈസായി പൊടിയണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം. ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെയും കൂടെ ഞാൻ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കാണ് ഞാൻ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ കുറേശ്ശെയായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കുറച്ചും കൂടെ ഞാൻ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് ഫ്ലെയിം ഞാൻ
ചെറു തീയിലാണ് ഇട്ടിട്ടുള്ളത്, മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഉള്ളിലിടരുത്. അപ്പോൾ ഞാനിവിടെ എല്ലാതും മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. ചെറു ചൂടിൽ തന്നെ വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ. എന്നാലും നല്ല ചൂടുള്ളതൊന്ന് പോയി കിട്ടണം. ചെറു ചൂടിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഈ രീതിയിൽ വേണമെങ്കിൽ തന്നെ കഴിക്കാം. ഉരുള ഉരുട്ടാതെ തന്നെ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. ഞാനിവിടെ ഉരുളകളാക്കിയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഇനി ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ പലഹാരമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവലുണ്ട എന്നും പറയും. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്